നമുക്കിന്ന് ഒരു ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ജിഞ്ചർ ചിക്കൻ ആവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 4 സവാള എടുക്കണം. പിന്നെ പച്ചമുളക് ഒരു 6 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. പിന്നെ വെളുത്തുള്ളി വേണം. അപ്പോൾ ജിഞ്ചർ ചിക്കൻ എന്ന് പറയുമെങ്കിലും അതിൽ ഇഞ്ചി കുറച്ചേ ചേർക്കണുള്ളൂ കേട്ടോ. ഇഞ്ചി അധികം ചേർത്താൽ ചിലപ്പോൾ കയ്പ്പ് രസം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇഞ്ചി വളരെ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. വെളുത്തുള്ളി അധികം വേണം. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ അരച്ചെടുക്കണം വേണ്ടത്. ഇതേപോലെ പീസുകളാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഒന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഉള്ളിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി അരച്ചെടുക്കണം കേട്ടോ. മസാലകളൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കൂടി അരച്ചെടുത്താണിത്. പിന്നെ നമുക്ക് ഇതിൽ കളറ് ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല, ഫുഡ് കളർ ചേർക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടി ഉണക്കമുളക് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. എൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ കളഞ്ഞ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് മൂക്കണം കേട്ടോ. നല്ല പച്ചമണമൊക്കെ പോയി നല്ല മൂക്കണം, നല്ല എണ്ണ തെളിയണം. അപ്പോഴാണ് ഇതിൻ്റെ പാകം. ഇതിലേക്ക് നമുക്ക് മുളക് അരച്ചതില്ലേ, അത് കുറച്ച് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ. ഈ 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ചില്ലി സോസ് ഞാൻ ചേർക്കണില്ല. ചില്ലി സോസ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ. പച്ചമുളക് അധികം ചേർത്തിട്ടുള്ള കാരണം ചില്ലി സോസ് ചേർക്കണില്ല. സോയാ സോസാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തു. ഇതിലേക്ക് കുറച്ച് 3-4 തുള്ളി ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അല്പം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇനി മല്ലിയില ചേർക്കാം. ഇതിപ്പോൾ റെഡ് കളർ ഇല്ല എന്നുള്ളൂ. അത് ഫുഡ് കളർ ഞാൻ ചേർക്കാറില്ല. അപ്പം അത് കാരണം റെഡ് കളറിലിരിക്കാത്തത്. ഇത് ജിഞ്ചർ ചിക്കൻ ശരിക്കും നല്ല ചോന കളറിലായിരിക്കും. സൂപ്പർ ടേസ്റ്റി ജിഞ്ചർ ചിക്കൻ റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.